സോഫ്റ്റ് സ്കിൽസിലെ മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോബ് ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതൊക്കെയാണ്? ഇപ്പോൾ കരിയറിൻ്റെ സക്സസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഫോർ ഗെറ്റിംഗ് ജോബ്സ് നമുക്ക് എന്ത് വേണം? ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. സോ കീ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതൊക്കെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബ് റോൾസിന് നമ്മളെ സ്യൂട്ടബിൾ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പനിങ് ത്രൂ വേർഡ്സ്. സോ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് വേണം. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കണം, സ്പീക്കിംഗ് സ്റ്റൈൽ ആയിരിക്കണം. ഈ ഫില്ലർ വേർഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഫില്ലർ വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാതെ എന്നൊക്കെയുള്ളൊരു സൗണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ എന്നുള്ളൊരു സൗണ്ടൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അതൊക്കെ അവോയ്ഡ് ചെയ്യണം. ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. എന്നാലേ ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് തോട്ട്ഫുള്ളായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂ. ടോൺ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അതായത് നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ച്. ടീം വർക്ക് ഒക്കെ ആണെങ്കിൽ ഫ്രണ്ട്ലി ടോണിൽ വേണം സംസാരിക്കാൻ. മീറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ ഫോർമൽ ടോണിൽ വേണം സംസാരിക്കാൻ. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ റൈറ്റിംഗ്. ഇപ്പോൾ ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളതാണ് ഫസ്റ്റ് വേർഡ് അതിനകത്ത് വരുന്നത്. ഇമെയിൽ എഴുതുന്ന സമയത്ത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. സബ്ജക്റ്റ് ലൈൻസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. പ്രോപ്പർ ഫോർമാറ്റിംഗ് ആയിരിക്കണം. ദെൻ റിപ്പോർട്ട് ആൻഡ് പ്രപ്പോസൽ റൈറ്റിങ്ങിലാണെങ്കിൽ എങ്ങനെ വരണം? റിപ്പോർട്ടൊക്കെ സ്ട്രക്ചേർഡ് ആയിരിക്കണം. ക്ലിയർ ഡേറ്റാസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കണം. ബിസിനസ് മെസ്സേജിങ് ആണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇത് വെച്ചിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽസ് ആണ്. സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഗ്രൂപ്പ്സിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഒരു പ്രാക്ടീസ് നടത്തുക. സ്റ്റോറി ടെല്ലിംഗ് എൻഗേജ് ചെയ്യുക, അതായത് എക്സാമ്പിൾസും സ്റ്റോറീസും വെച്ചിട്ട് നമ്മുടെ പോയിന്റ് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ബോഡി ലാംഗ്വേജ് ആണ് അടുത്തത്. ബോഡി ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ വൈൽ യു സ്പീക്ക് മെയിൻറ്റെയിൻ പ്രോപ്പർ ഐ കോണ്ടാക്ട് ആൻഡ് ഓൾസോ ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. അടുത്ത നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് ബോഡി ലാംഗ്വേജ് അവെയർനെസ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് എനി വേർഡ്സ് എന്നാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും നമ്മളപ്പോൾ സംസാരിക്കുന്നത് അല്ലേ. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുക, ജസ്റ്റേഴ്സ് ഒക്കെ നാച്ചുറൽ ആയിരിക്കുക, ആംസ് എപ്പോഴും ക്രോസ് ചെയ്ത് നിൽക്കരുത്, കൈ കെട്ടി നിൽക്കരുത് സംസാരിക്കുമ്പോൾ. ഫേഷ്യൽ എക്സ്പ്രഷൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ സ്മൈൽ ചെയ്യുക, ഒരു ഫ്രണ്ട്ലി എക്സ്പ്രഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഹാൻഡ് ഷേക്സും ഗ്രീറ്റിംഗ്സും ആണെങ്കിൽ എങ്ങനെ വേണം? വളരെ ഫേം ആയിട്ടുള്ള ഹാൻഡ് ഷേക്സും പൊളൈറ്റ് ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സും വേണം. ഇനി കസ്റ്റമർ സർവീസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? പേഷ്യൻ്റ് ആൻഡ് എംപതി വേണം, അതായത് കസ്റ്റമറുടെ കൺസേൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുക കൈൻഡായിട്ട്. പിന്നെ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കാമായിട്ട് നിൽക്കുക ആൻഡ് സൊല്യൂഷൻസ് ഒക്കെ ഓഫർ ചെയ്യുക, അല്ലാതെ ആർഗ്യൂ ചെയ്തുകൊണ്ട് നിൽക്കരുത്. ഇനി ഫോണിലാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് സ്പീക്ക് ചെയ്യുക. ഓൺലൈൻ ചാറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് തന്നെ ചാറ്റ് ചെയ്യുക. അടുത്തത് ഇൻ്റർവ്യൂ ആൻഡ് വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷനാണ്. ഇൻ്റർവ്യൂവിലാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു പ്രൊഫഷണൽ വേയിൽ. ടീം കൊളാബറേഷൻ ആണെന്നുണ്ടെങ്കിൽ വർക്ക് കമ്മ്യൂണിക്കേഷൻ വരുവാണെങ്കിൽ ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഐഡിയാസിനെ എഫക്റ്റീവായിട്ട് പറയുക, ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക. നെഗോസിയേഷൻ സ്കിൽസ് എങ്ങനെ വേണം? അതായത് ഒരു പ്രൊഫഷണൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ പെർസ്യൂഡ് ചെയ്ത് സംസാരിക്കാം. ഇനി ഓൺലൈൻ ആൻഡ് വിർച്വൽ കമ്മ്യൂണിക്കേഷനാണ് ലാസ്റ്റ്. വീഡിയോ കോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാമറ ഉണ്ടായിരിക്കണം, ക്ലിയർ ആയിട്ട് സ്പീക്ക് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുക. സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അൺപ്രൊഫഷണൽ കോണ്ടന്റ് എല്ലാം കളയുക. നെറ്റ്വർക്കിംഗ് സ്കിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴി അല്ലെങ്കിൽ ബാക്കിയുള്ള മെസ്സേജസ് വഴി സ്ട്രോങ് കണക്ഷൻസ് എപ്പോഴും ബിൽഡ് ചെയ്ത് വെക്കുക. ഇനി ടീം വർക്കിന് വേണ്ടുന്ന ഓർഗനൈസേഷണൽ സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ടീം വർക്ക് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൽ നമ്മളൊരു ടീമുമായിട്ട് ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും. സോ എങ്ങനെ നമുക്ക് ആ ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം? അപ്പോൾ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഓർഗനൈസേഷണൽ സ്കിൽസും വേണം. കാരണം ടീമെന്ന് പറയുമ്പോൾ ഒരുപാട് മെമ്പേഴ്സ് കാണും ആൻഡ് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ആയിരിക്കും, ക്യാരക്ടേഴ്സ് ആയിരിക്കും. സോ വർക്ക് ഫ്ലോ സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷനാണ്. എല്ലാ ടീം മെമ്പറിനും എന്താണ്? അവരുടെ ഐഡിയാസ് അപ്ഡേറ്റ് ചെയ്യാനും കൺസേൺസ് എല്ലാം പറയാനും ബാക്കിയുള്ളവരുടെ അടുത്ത് ഈസിലി അവർ പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റണം അല്ലേ. സോ വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ഉണ്ടായിരിക്കണം. ദെൻ മിസ്കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. അടുത്ത എന്താണ്? മാനേജിങ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ഒരു വെൽ ഓർഗനൈസ്ഡ് ടീം ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ക്ലിയർ റൂൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓരോ മെമ്പറിനും കാണും. അപ്പോൾ ഇൻഡിവിജ്വൽസിന് ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടാസ്കുകൾ തമ്മിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുകയില്ല. ഇനി വലിയ പ്രോജക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് തന്നെ സ്മോളർ ഡിവിഷൻസ് ആയിട്ട് മാനേജബിൾ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ടീമിൽ എല്ലാവർക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ടൈം മാനേജ്മെൻറ്റ് ആൻഡ് പ്രയോറിറ്റൈസേഷനാണ് ആദ്യം വരുന്നത്. സോ
എല്ലാ ടാസ്കിനും നമുക്കൊരു ഏർജൻസി കാണത്തില്ല അല്ലേ. നമുക്ക് ഓരോ വർക്കിനെയും പ്രയോറിറ്റൈസ് ചെയ്യണം, എന്നാലേ ആ ഒരു വർക്കിനെ നമുക്ക് അല്ലെങ്കിൽ ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഡെഡ് ലൈനും അതിൻ്റെ ഇമ്പോർട്ടൻസും അനുസരിച്ചാണ് നമ്മൾ ടീമിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. എസെൻഷ്യൽ ഇമ്പോർട്ടൻറ്റ് വർക്ക് നമ്മൾ ആദ്യം ചെയ്ത് തീർക്കുക. അപ്പോൾ ഗൂഗിൾ കലണ്ടർ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ആപ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ടൈം അല്ലെങ്കിൽ ഡെഡ് ലൈൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനി കൊളാബറേഷൻ ആൻഡ് ഡെലിഗേഷനാണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ അറിഞ്ഞിരിക്കുക. അതായത് ടീം വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഡെലിഗേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ഓവർലോഡ് ചെയ്യാതെ ഒരാൾക്ക് ഒരുപാട് വർക്ക് കൊടുക്കാതെ മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക ഓരോരുത്തർക്ക്. അത് ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തിനും എക്സ്പെർട്ടീസിനും അനുസരിച്ച് വേണം ഓരോരുത്തർക്ക് ഓരോ വർക്ക് കൊടുക്കാൻ. ഓക്കെ. പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ് ആണ് അടുത്തത്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ടീം വർക്കിൽ ഇന്നെവിറ്റബിൾ ആണ്. പക്ഷേ സക്സസ്ഫുൾ ആയിട്ടൊരു ടീമാണെന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. അപ്പം എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വെച്ചിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുക. ടീം ലീഡർ പേഴ്സണൽ ബയാസും അല്ലെങ്കിൽ എന്താ പറയുക ആളുകളെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു വർക്ക് എൻവയോൺമെൻറ്റ് നമ്മൾ കൊടുക്കരുത്. ഓപ്പൺ ഡിസ്കഷൻസും ഫീഡ്ബാക്സും നമ്മൾ എൻകറേജ് ചെയ്യുക. അടുത്തത് കീപ്പിംഗ് വർക്ക് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓർഗനൈസ്ഡ്. ഒരു മേജർ ചലഞ്ചിങ് ടീം വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡോക്യുമെൻറ്റ്സ് റിസോഴ്സസും നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ് അല്ലെങ്കിൽ ഡ്രോപ്പ് ബോക്സ് എന്നുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ മീറ്റിംഗ് നോട്ട്സൊക്കെ ഓർഗനൈസ്ഡ് ആക്കി വെക്കുക. പ്രോജക്റ്റ് റിപ്പോർട്ട്, ടീം ഗൈഡ് ലൈൻസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ലോസ് ആവത്തില്ല. ഓക്കെ. അപ്പോൾ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് വേണം. ഇനി ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി ആണ്. ഒരു നല്ല ടീമാണെന്നുണ്ടെങ്കിൽ ഇത് അഡാപ്റ്റബിൾ ആയിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ചലഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ സ്കെഡ്യൂൾസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസും വർക്ക് ഫ്ലോവും വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അക്കൗണ്ടബിലിറ്റിയും റിലയബിലിറ്റിയും. ഓരോ ടീം മെമ്പറും റെസ്പോൺസിബിലിറ്റി എടുക്കണം അയാളുടെ ടാസ്കിൽ. അപ്പോൾ അതായത് എല്ലാ ഡെഡ് ലൈൻസിനും ഓരോരുത്തരും അക്കൗണ്ടബിൾ ആണ്. ആൻഡ് മിസ്റ്റേക്സ് എല്ലാം അഡ്മിറ്റ് ചെയ്ത് അതിനനുസരിച്ച് വേണം നിൽക്കാൻ. അപ്പോൾ മെമ്പേഴ്സ് എല്ലാം എന്തായിരിക്കണം എന്നാണ് പറയുന്നത്? റിലയബിൾ ആയിരിക്കണം. അൺഫിനിഷ്ഡ് ടാസ്ക് ബാക്കിയുള്ള തലയിൽ കെട്ടിവെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ലീവ് ഔട്ട് ചെയ്യാനോ പാടില്ല. ഇനി ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ വിത്തിൻ ടീംസ്. സ്ട്രോങ് ലീഡർഷിപ്പാണ് ഒരു ടീമിനെ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ട്രാക്കിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലീഡേഴ്സ് എപ്പോഴും മാനേജേഴ്സ് ആവണമെന്നില്ല. ലീഡേഴ്സ് എന്ന് വെച്ചാൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർ, ഗൈഡ് ചെയ്യുന്നവർ, ഒരു പോസിറ്റീവ് ടീം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നവർ. ആൻഡ് ആളുകളുടെ എഫേർട്ടിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് കൊടുക്കുക, ചെറിയ ചെറിയ ജയങ്ങളാണെങ്കിൽ അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അടുത്തത് ഇൻ്റർവ്യൂ സ്കിൽസാണ്. ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫോർമൽ കോൺവെർസേഷനാണ്. വെൻ ഒരു എംപ്ലോയർ അയാളുടെ ഫ്രണ്ടിലിരിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ സ്കില്ലും നോളജും പേഴ്സണാലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ആദ്യമേ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ദി ഇൻ്റർവ്യൂ നമ്മൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്? ആ കമ്പനിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, റീസൺ, അച്ചീവ്മെൻറ്റ്സ്, ജോബിൻ്റെ റോൾ, എക്സ്പെക്റ്റേഷൻസ് നോക്കുക. നമ്മുടെ റെസ്യൂമെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ ഡീറ്റെയിലും നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, സ്കിൽസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. പിന്നെ കോമൺ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ തന്നെ അതിൻ്റെ ആൻസേഴ്സും പ്രിപ്പയർ ചെയ്യുക. അതായത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണ്? എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്? വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? മോക്ക് ഇൻ്റർവ്യൂസൊക്കെ ഫ്രണ്ടുമായിട്ട് അല്ലെങ്കിൽ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ നമ്മൾ എങ്ങനെ വേണം? പ്രൊഫഷണലായിട്ട് ഡ്രസ്സ് ചെയ്യണം, ഫോർമൽ അറ്റയറിൽ വേണം പോകാൻ. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗുഡ് പോസ്ചർ, ഐ കോൺടാക്ട് ആൻഡ് ഫ്രണ്ട്ലി സ്മൈൽ വേണം. ഈ ഫിംഗേഴ്സ് ഒന്നും ടാപ്പ് ചെയ്യുകയോ ആംസ് ഒന്നും ക്രോസ് ആയിട്ട് ഇരിക്കുകയോ ചെയ്യരുത്. ക്ലിയർ ആയിട്ട് കൺസൈസ് ആയിട്ട് ആൻസർ ചെയ്യുക. അതായത് സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്യുക. സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്, ഇതൊക്കെ. പിന്നെ ഓണസ്റ്റും കോൺഫിഡൻറ്റും ആയിരിക്കണം. തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാം. അതായത് ഈ ഒരു റോള് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ദെൻ ആഫ്റ്റർ ദി ഇൻ്റർവ്യൂ എന്താണ്? ഒരു താങ്ക് യു ഇമെയിൽ അയയ്ക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുക. അടുത്തത് ലീഡർഷിപ്പ് സ്കിൽസാണ്. ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടീമിനാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടീമിൽ നല്ല രീതിയിൽ പോകാനായിട്ട് അല്ലെങ്കിൽ നല്ല ഡെസിഷൻസ് എടുക്കാനായിട്ട് ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടി ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് വെച്ചാൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കണം. പറ്റണം. അയാളുടെ വിഷൻ ക്ലിയർ ആയിട്ട് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന് മനസ്സിലാവണം. ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആക്റ്റീവ് ലിസണിങ്ങും ഉണ്ടായിരിക്കണം അയാൾക്ക്. അടുത്തതെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കിൽസും ഉണ്ടായിരിക്കണം. ഗുഡ് ലീഡറിന് ക്രിയേറ്റീവ് തിങ്കിങ്ങും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും ഒക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ EQ ഉണ്ടായിരിക്കണം. അതായത് സെൽഫ് അവെയർനെസ്, എംപതി പോലുള്ള വികാരങ്ങൾ അയാൾക്ക് ഉണ്ടായിരിക്കണം. ഇമോഷൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മാനേജ് ചെയ്യുക, സ്വന്തമായിട്ടും അതുപോലെ തന്നെ ടീം മെമ്പേഴ്സിൻ്റെയും. പിന്നെ ഗ്രേറ്റ് ലീഡർ എന്ന് പറയുന്നത് എന്താണ്? ടീം മാനേജ്മെൻറ്റും കൊളാബറേഷനും ഉണ്ടായിരിക്കണം. ഡെലിഗേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. മോട്ടിവേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യുക.
പിന്നെ ഫൈനലി എന്താണ്, അഡാപ്റ്റബിലിറ്റിയും ഒരു വിഷനും ഉണ്ടായിരിക്കുക. ഓക്കെ, ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ അസേർഷനാണ്. അസേർഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, കോൺഫിഡൻറ്റ് ആൻഡ് ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് ഓർ ബിലീഫ്. അതാണ് അസേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ അസേർഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഐഡിയാസ്, ഒപ്പീനിയൻസ്, ക്ലെയിംസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് പക്ഷേ റെസ്പെക്ട്ഫുൾ മാനറിൽ നമ്മൾ കൺവേ ചെയ്യുക. അപ്പോൾ അത് ആർഗ്യുമെൻറ്റ്സിലും ഡിസ്കഷൻസിലും ഒക്കെ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് പറയാമല്ലോ. അതാണ് അസേർഷൻ എന്ന് പറയുന്നത്. പിന്നെ പെർസുവേഷനാണ്. പെർസുവേഷൻ എന്ന് വെച്ചാൽ എന്താ, ബാക്കിയുള്ളവരെ നമ്മുടെ തോട്ട്സ് വെച്ചിട്ട്, ബിലീവ്സ് വെച്ചിട്ട്, ആക്ഷൻസ് വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കുക. അതാണ് ലീഡർഷിപ്പിന് പറ്റിയൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലെന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിലും അതുപോലെ തന്നെ നെഗോസിയേഷൻസിലും ചർച്ചയ്ക്കൊക്കെ പോകുമ്പോഴും എവരുടെ ഇൻട്രാക്ഷനിലൊക്കെ പെർസുവേഷനുള്ള നല്ലതായിരിക്കും. അടുത്തത് നെഗോസിയേഷനാണ്. നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണിത്. രണ്ട് പാർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നു, അവരുടെ ഡിഫറൻസസ് റിസോൾവ് ചെയ്യുന്നു, എന്നിട്ട് മ്യൂച്വലി എഗ്രി ചെയ്യുന്നു. അത് വേരിയസ് സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ സാലറിയുടെ ഡിസ്കഷനിലോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി പ്രസൻറ്റേഷൻ സ്കിൽസാണ്. പ്രസൻറ്റേഷൻ സ്കിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയാസ്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെസ്സേജസ് ഓഡിയൻസിൻ്റെ അടുത്ത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്ട്രോങ് പ്രസൻറ്റേഷൻ സ്കിൽസ് നമുക്ക് വേണം, അല്ലേ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്രിപ്പറേഷനും പ്ലാനിങ്ങും ഉണ്ടായിരിക്കണം. നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക, കോണ്ടന്റിനെ ലോജിക്കലായിട്ട് ഓർഗനൈസ് ചെയ്യുക, സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് നമ്മൾ വെക്കുക. സ്ലൈഡ്സ് ആണെങ്കിൽ അങ്ങനെ, വിഷ്വൽസ് ആണെങ്കിൽ അങ്ങനെ, ഹാൻഡ് ഔട്ട് കോപ്പീസ് ആണെങ്കിൽ അങ്ങനെ. സിമ്പിൾ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് യൂസ് ചെയ്യുക, ക്ലാരിറ്റിയോടുകൂടിയും കോൺഫിഡൻസോടുകൂടിയും സംസാരിക്കുക, ഐ കോൺടാക്റ്റ് വരുത്തുക. പിന്നെ പോസിറ്റീവായിട്ടുള്ള ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആംഗ്യങ്ങൾ യൂസ് ചെയ്യുക. സ്ലൈഡ്സ് ആണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് മിനിമലാക്കി മാറ്റുക. വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം. ഇമേജും ചാർട്ടും ഗ്രാഫും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെന്താണ്, ഒരുപാട് ടെക്സ്റ്റ് യൂസ് ചെയ്യരുത്. വിഷ്വൽസ് ഒക്കെ വെച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ ആളുകൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓഡിയൻസിനെ എൻകറേജ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് വെച്ചിരുത്തണം. പിന്നെ ഓഡിയൻസിൻ്റെ റെസ്പോൺസിനനുസരിച്ച് വേണം നമ്മൾ ബിഹേവ് ചെയ്യാനും. സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരിടത്ത് മാത്രം നിൽക്കരുത്. സ്റ്റാൻഡ് അല്ലെങ്കിൽ മൂവ് നാച്ചുറലി ടു മെയിൻറ്റെയിൻ എനർജി. ക്ലിയർ ആൻഡ് സ്റ്റഡി ടോൺ ആയിരിക്കണം. ഈ ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ മൂളലും അതൊന്നും യൂസ് ചെയ്യരുത്. വിക്കിയൊന്നും സംസാരിക്കരുത്. പിന്നെന്താണ്, ലിസൺ കെയർഫുള്ളി ബിഫോർ റെസ്പോണ്ടിങ്. ആളുകൾ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ നല്ല രീതിയിൽ ലിസൺ ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക. കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടിരിക്കുക. ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കാണും. നമ്മൾ അതിനെല്ലാം റെസ്പെക്ട്ഫുള്ളി അക്നോളജ് ചെയ്യുക. പിന്നെന്താണ്, മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ റിഹേഴ്സ് ചെയ്യുക ബിഫോർ എ പ്രസൻറ്റേഷൻ. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കുക. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപ്രോച്ചിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ഇതാണ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പറയുന്നത്.